ഹലോ, ഇതാണ് മഖണ്ടി ഹൽവ. ഗുജറാത്ത് സ്പെഷ്യൽ ഒരു സ്വീറ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് 1 കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ കപ്പ് അളവിൽ തന്നെ പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിനുശേഷം ഒരു പാൻ എടുക്കുക, അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള നട്ട്സൊക്കെ ഒന്ന് നെയ്യിൽ വറുത്ത് കോരണം. ഞാനിവിടെ 2-3 ബദാമും അതുപോലെ തന്നെ 2-3 കാഷ്നട്ടും പിന്നെ കുറച്ച് മുന്തിരിങ്ങ എടുത്ത് വറുത്ത് കോരുന്നുണ്ട്. ഇനി അതേ പാനിൽ തന്നെ വീണ്ടും 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി കിട്ടണം. ഇതാണ് ഇതിലേക്ക് ഇച്ചിരി ഒന്ന് മെനക്കെടുന്ന ടാസ്ക് എന്ന് പറയുന്നത്. പഞ്ചസാര മെൽറ്റ് ആക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് മെൽറ്റ് ആക്കരുത്. കാരണം ഇത് നല്ലതുപോലെ മെൽറ്റായി വരും, പക്ഷേ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഹൽവയ്ക്ക് നല്ലൊരു സ്വീറ്റ്നെസ്സിന് പകരം നല്ല കയ്പ്പായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ തന്നെ നല്ലതുപോലെ മെൽറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളമോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. ആ നെയ്യിൽ കിടന്നാണ് ഇതൊന്ന് മെൽറ്റായി വേണ്ടത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ ഹൽവയ്ക്ക് കളറും കൂടെ നൽകുന്നത്. അപ്പോൾ ഏകദേശം പഞ്ചസാര നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഇങ്ങനെ കൊഴുകുഴാന്ന് കിടന്ന് കാണുന്നത് അത് നെയ്യുടെ അംശമാണ് കേട്ടോ. അതായത് മെൽറ്റ് ആവാത്ത പഞ്ചസാരയല്ല. ഇനി ഇതിലേക്ക് നമ്മൾ നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റവയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഈ സമയത്ത് കയ്യിലൊക്കെ പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് കൈ വിടാതെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാര പാനി അപ്പോൾ നമുക്ക് ചെറുതായിട്ട് കട്ടയായിട്ട് വരും. അത് കുഴപ്പമില്ല, നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് അത് ലൂസായിട്ട് നമ്മുടെ റവയിലേക്ക് നല്ലതുപോലെ പിടിച്ചു വരും. അപ്പോൾ ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഹൽവ റെഡിയായി കിട്ടും. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഹൈ ഫ്ലെയിമിലിട്ട് ആക്കിയെടുക്കരുത്. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് റവയൊക്കെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവാകുന്ന സമയത്ത് 3 ഏലക്ക ചതച്ചിട്ട് കൊടുക്കുക. ഏലക്ക ചതയ്ക്കുന്നതിന് പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗുജറാത്തി സ്വീറ്റ് ആയിട്ടുള്ള മഖണ്ടി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ആ സ്വീറ്റ്നെസ്സും ടേസ്റ്റും ഒക്കെ കൂടുതൽ കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് ഷുഗർ സിറപ്പ് നെയ്യിലിട്ടാക്കി എടുക്കുന്നതാണ് കേട്ടോ. സംഭവം ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല നമുക്ക് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. പിന്നെ നെയ്യുടെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുള്ളായി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.